നമ്മുടെ രാമായണത്തിലെ പ്രധാന കഥാപാത്രമായിരുന്ന രാവണനെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ലല്ലേ. തികഞ്ഞ ശിവഭക്തനായ രാവണനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക ലങ്കാപുരി തന്നെയാണ്. ഒരു പർവ്വതത്തിന് മുകളിലുള്ള രാവണന്റെ സുവർണ ലങ്ക. പക്ഷേ രാവണൻ ജനിച്ചത് എവിടെയാണെന്ന് അധികം ആരും കേട്ട് കാണില്ല. രാവണന്റെ ജന്മസ്ഥലമായ ബിശ്രക്കിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഡൽഹിയോടടുത്ത് ഉത്തർപ്രദേശിലെ നോയിഡ എന്ന സ്ഥലമാണ് ഇത്. ധാരാളം ഫാക്ടറികളും IT പാർക്കുകളും ഓഫീസുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നോയിഡ. വിദേശത്തു നിന്നുള്ള പല കമ്പനികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജോലി സാധ്യത കൂടിയതനുസരിച്ച് അമ്പരചുംബികളായ ഫ്ലാറ്റ് സമുച്ചയങ്ങളും നോയിഡയിൽ ധാരാളമായി വന്നിരിക്കുന്നു. ഇന്ന് നോയിഡ പല സെക്ടറുകളായി വളർന്ന് ഗ്രേറ്റർ നോയിഡ എന്ന ഭാഗമായും വലുതായിരിക്കുന്നു. ധാരാളം മലയാളികൾ ഇവിടെ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മലയാളികൾ നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ യാത്രാ സൗകര്യവും വളരെ മെച്ചപ്പെട്ടതാണ്. നല്ല റോഡുകളും മെട്രോ സർവീസും ബസ് സർവീസും എല്ലാം കൂടി നല്ല സൗകര്യമാണ് ഇപ്പോൾ നമ്മുടെ യാത്ര നോയിഡയിലുള്ള ഗൗതം ബുദ്ധ നഗറിനടുത്തുള്ള ഒരു വഴിയിലൂടെയാണ്. അല്പദൂരം കഴിയുമ്പോൾ ചെറിയൊരു ഗ്രാമപ്രദേശത്തേക്കാണ് എത്തുന്നത്. ഇതാണ് ബിശ്രക് എന്ന ഗ്രാമം. പണ്ട് നോയിഡയും പരിസര പ്രദേശങ്ങളുമെല്ലാം വലിയ കൃഷിസ്ഥലങ്ങളും അവയ്ക്കിടയിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ഉള്ളതായിരുന്നു. ഇപ്പൊ നമ്മള് രാവണന്റെ ജന്മസ്ഥലമായ ബിശ്രക്കിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. വഴിയിലൊക്കെ ആൾക്കാര് മൂടി പൊതച്ച് പോണ കാണാം. നല്ല വിന്ററാണ്. ഇനി എനിക്കൊരു അപേക്ഷയുള്ളത്, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഒരു ചെറിയ കമാനം കാണാം. ഇതാണ് ബിശ്രക്കിലെ രാവണന്റെ ജന്മസ്ഥലത്തേക്കുള്ള വഴി. ഇരുവശത്തും വീടുകളും കടകളും നിറഞ്ഞതാണ് ഈ ചെറിയ വഴി. കുറച്ചു കഴിയുമ്പോൾ തുറന്നൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. വികസനം തീരെ എത്തി നോക്കാത്ത ഒരു ഗ്രാമപ്രദേശമാണിത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ വണ്ടി കുലുങ്ങി കുലുങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമാന്യം നല്ല വിന്ററാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളൊക്കെ കാണാം. വിന്ററിനെ ചെറുക്കാൻ തൊപ്പിയും സ്വെറ്ററൊക്കെ ഇട്ട് വഴിയോരത്ത് നടക്കുന്ന കാഴ്ച. ഇപ്പൊ നമ്മള് കുറച്ച് തുറസായ സ്ഥലത്തേക്കാണ് എത്തണത്. നമ്മൾ നേരത്തെ കണ്ട നോയിഡയുടെ പ്രൗഢിയൊന്നും ഈ പ്രദേശത്തിന് ഇല്ലാട്ടോ. നിറച്ച് ഗ്രാമീണ ഭവനങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക. എരുമ വളർത്തലും കൃഷിയൊക്കെ ആയിട്ട് അവരിവിടെ ജീവിച്ചു പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന ക്ഷേത്രം. രാവണ ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. രാവണന്റെ മുത്തച്ഛനായ പുലസ്ത്യ മഹർഷിയും രാവണന്റെ അച്ഛനായ വിശ്രവസും ജീവിച്ചിരുന്ന സ്ഥലമാണ് ഇത്. രാവണക്ഷേത്രം എന്ന് പേരുണ്ടെങ്കിലും ഇവിടെ രാവണനെ അല്ല പൂജിക്കുന്നത്, ശിവലിംഗത്തെയാണ് പൂജിക്കുന്നത്. രാവണന്റെ അച്ഛന്റെ പേരായ വിശ്രവസിൽ നിന്നാണ് ബിശ്രക് എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത്. കൊടും കാടായിരുന്ന ഇവിടെയാണ് രാവണനും സഹോദരങ്ങളും ജനിച്ചത്. രാവണന്റെ അമ്മയായ കൈകസി രാക്ഷസകുലത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. രാവണന്റെ അച്ഛന് യക്ഷകുലത്തിൽപ്പെട്ട മറ്റൊരു ഭാര്യയിലുണ്ടായ മകനാണ് കുബേരൻ. കുബേരന് വിശ്വകർമാവ് നിർമ്മിച്ചു നൽകിയ ലങ്കാപുരിയാണ് രാവണൻ കൈക്കലാക്കുന്നത്. കുബേരൻ പരാജയപ്പെട്ട് ഹിമാലയത്തിലെ ഗന്ധമാദന പർവ്വതത്തിൽ താമസമാക്കി. രാവണന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങൾ വിവരിക്കുന്ന രംഗങ്ങളാണ് ഇവിടെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്.
ബിശ്രക് എന്ന ഗ്രാമത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ ശിവലിംഗത്തിലും വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നമ്മളിപ്പോ ഈ കാണുന്ന ക്ഷേത്രം പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ക്ഷേത്രത്തിന് മുൻപിലായി നന്ദിയുടെ പ്രതിമയും കാണാം. ഇതാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം. പരമശിവന്റെ മഹാഭക്തനായ രാവണൻ വർഷങ്ങളോളം ശിവനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ്. വർഷങ്ങളോളം തപസ്സു ചെയ്തിട്ടും ശിവൻ പ്രത്യക്ഷനാകാതെ ഇരുന്നപ്പോൾ തന്റെ തലകൾ ഒന്നൊന്നായി അറുത്ത് രാവണൻ സമർപ്പിച്ചത് ഈ ശിവലിംഗത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാവണന്റെ മുത്തച്ഛനും അച്ഛനും കുബേരനും രാവണനും പൂജിച്ചിരുന്ന ശിവലിംഗമാണ് ഇത്. ഈ ക്ഷേത്രത്തിന് താഴെയായി ഒരു ഭൂഗർഭ തുരങ്കപാത ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും 15 കിലോമീറ്ററോളം അകലെയായി ഗാസിയാബാദിലുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് അതുവഴി പോകാൻ സാധിച്ചിരുന്നത്രേ. വിശ്രവസും രാവണനും ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നിബിഡ വനമായിരുന്ന അവിടെ എത്തി ശിവസാധന ചെയ്യുമായിരുന്നു. ഇന്ന് കെട്ടിടങ്ങളും മറ്റും വന്നതിന് ശേഷം മണ്ണിടിഞ്ഞ് ആ തുരങ്കം അടഞ്ഞുപോയിരിക്കുന്നു. പക്ഷേ ക്ഷേത്രത്തിനടിയിൽ ഇന്നും ആ തുരങ്കത്തിന്റെ മുഖമായി ഒരു ഗുഹയുണ്ട്. ഈ ക്ഷേത്രം കൂടാതെ ഒരു ശനിദേവ പ്രതിഷ്ഠയും നവഗ്രഹ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. കുറച്ച് സന്യാസിമാരാണ് ഇന്ന് ഈ ക്ഷേത്രം നടത്തുന്നത്. ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിലെ രാമക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ശ്രീരാമ പ്രതിഷ്ഠ നടത്തിയിരുന്നു. അതോടൊപ്പം ഇത്തരത്തിൽ മറ്റു പ്രതിഷ്ഠകളും ഇവിടെ കാണാം. ഈ ക്ഷേത്രത്തിന്റെ പുറത്തായി പുതുതായി നിർമ്മിച്ച മറ്റൊരു ക്ഷേത്രമുണ്ട്. ഒരു ദേവീ ക്ഷേത്രമാണ്. ഇവിടെ മാർബിളിൽ ഉണ്ടാക്കിയ മനോഹരമായ ഒരു ദേവീ രൂപം അതിനുള്ളിലുണ്ട്. അതുകൂടാതെ വേറെയും ചില പ്രതിഷ്ഠകൾ കാണാം. പഞ്ചമുഖി ഹനുമാൻ, പരമശിവൻ, കാർത്തികേയൻ, ഗണപതി ഇതൊക്കെയാണ് മറ്റു പ്രതിഷ്ഠകൾ. തിരിച്ചു വരുമ്പോൾ ഗ്രാമത്തിലെ ഈ ഒരു വീട്ടിൽ കയറിയതാണ്. കടുകും ഉള്ളിയും ക്യാരറ്റും ഒക്കെയായി കൃഷി ചെയ്തിരിക്കുകയാണ് ഇവിടെ. നമ്മൾ രാവണ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ കണ്ട ഒരു വീടാണ് കേട്ടോ. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറണമെന്ന് വളരെ ആഗ്രഹം തോന്നിയ ഒരു വീടാണിത്. നമുക്കൊക്കെ ഈ ഫ്ലാറ്റിന്റെ വീർപ്പുമുട്ടലുകളൊന്നും ഒഴിഞ്ഞ് ഇതുപോലെ തുറസായ കുറച്ച് സ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വളരെ ആശ്വാസം തോന്നാറുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അവിടുത്തെ വീട്ടുകാരും നല്ല വീട്ടുകാർ, നല്ലൊരു ജോയിന്റ് ഫാമിലി, 2 സ്ത്രീകളും
കുട്ടികളും അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആണുങ്ങളാച്ച കൃഷിസ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. സ്ത്രീകളുടെ പ്രധാന ജോലി എരുമ വളർത്തലും ഈ ചാണകവരളികൾ ഉണ്ടാക്കുക, പാചകം, കുട്ടികളെ നോക്കുക, ഇതൊക്കെയാണ്. ചാണകവരളികൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ് കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നത്. നല്ല ഊഷ്മളമായ വരവേൽപ്പ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ സ്ത്രീകള് കുട്ടികളും ഞങ്ങളെ കൊണ്ട് നടന്ന അവരുടെ കൃഷിസ്ഥലങ്ങളും ചാണകവരളികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലവും അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എല്ലാം നടന്ന് കാണിച്ചു തന്നു. ഈ ചാണകവരളികൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന അതാണ് കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നത്. ഉണക്കി അട്ടികളായി സൂക്ഷിക്കുന്ന ചാണകവരളികൾക്ക് മുകളിൽ ഒരു കുടില് പോലെ നിർമ്മിച്ച് മഴ നനയാതെ സൂക്ഷിക്കുകയാണ് ഇവര്. ഇതൊരു പാചകത്തിനാണ് ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറകിന് പകരം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചാണകവരളികൾ. അപ്പൊ അവർക്ക് ഗ്യാസും ലാഭം. ഇവിടെ മിക്ക ഗ്രാമീണ വീടുകളിലും ഇതുപോലെ എരുമ വളർത്തൽ കാണാം. അവർക്കുള്ള പുല്ലാണ് അവിടെ കൃഷി ചെയ്യണത്. ഈ ബിശ്റഖ് എന്ന ഗ്രാമത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാവണന്റെ നാട്ടുകാരായ ഇവര് രാവണനെ മുതുമുത്തച്ഛനായിട്ടാണ് കരുതണത്. അതുകൊണ്ട് തന്നെ ദസറ എന്ന രാവണവധം ആഘോഷിക്കാറില്ല. ഇതൊക്കെയാണ് ബിശ്റഖ് എന്ന രാവണന്റെ നാട്ടിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.